അതെ, പുറത്ത് ഒരുമാതിരി നല്ല മഴയാണ്. പക്ഷേ ഈ മഴയത്ത് നല്ല സ്പൈസി മന്തി കഴിക്കാനായിട്ട് വന്നതാണ്. മന്തി ഇങ്ങനെ റെഡി ആവുന്നു. 1 2 3 4 5 6 7 8 9 10 കുഴികളിലായിട്ടാണ് മന്തി റെഡി ആവുന്നത്. ഈ മഴയത്ത് നല്ല ചൂട് സ്പൈസി ആയിട്ടുള്ള മന്തിയുണ്ട്. പല വെറൈറ്റി മന്തികളാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. മന്തി അങ്ങനെ 3 കുഴിയിൽ നിന്ന് മന്തി എടുത്തു. ഇതിപ്പം 4ാമത്തെ കുഴി നമ്മൾ എടുക്കുകയാണ്. നമസ്കാരം. നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്ന രാവിലെ തന്നെ നമ്മൾ വന്ന് കുഴിമന്തി ഉണ്ടാക്കുന്ന കാഴ്ച കാണാണ്. ഇഷ്ടംപോലെ കുഴിമന്തികളാണ് ഉണ്ടാക്കുന്നത്. 10 കുഴിയിലായിട്ടാണ് കുഴിമന്തികൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് സ്പൈസി മന്തിയുണ്ട്, സ്പൈസി അല്ലാത്ത മന്തിയുണ്ട്, പല വെറൈറ്റി മന്തികളാണുള്ളത്. ഇതിപ്പം മന്തിയുടെ റൈസ് അവർ മാറ്റിയിട്ട് അവർ പല തട്ടിലേക്ക് മാറ്റി വെക്കുകയാണ്. അതുകൂടാതെ ചിക്കനും മറ്റു കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് ആ അലുമിനിയം ഫോയിൽ ഇരിക്കുന്നത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ട് അവർ മാറ്റി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ റൈസ് മാത്രമായിട്ട് റെഡിയായി പോകുന്നു. അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഇനിയിപ്പം ഈ കുഴിയും കൂടെ പൊക്കാൻ പോവാണ്. ആ കുഴി പൊക്കാൻ നേരത്ത് നമ്മളും കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും കൂടി അത് പൊക്കാം. പക്ഷേ ഇതിനകത്തേക്ക് കുഴിയിലേക്ക് ഇറക്കി വെക്കുന്ന കാഴ്ചകളുണ്ട്. നമ്മൾ വന്നത് കുഴിയിൽ നിന്ന് ഈ മന്തി എടുക്കുന്ന കാഴ്ച കാണുന്ന തൊട്ടാണ്. പക്ഷേ അടുത്ത സെറ്റ് ഇപ്പോൾ ഇറക്കി വെക്കാൻ പോവാണ്. അത് നമുക്ക് കാണാം. കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 3 കുഴിയിൽ നിന്ന് മന്തി എടുത്തു. ഇതിപ്പം 4ാമത്തെ കുഴി നമ്മൾ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പുറയിൽ അടുത്ത കുഴി കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ചിക്കൻ എടുക്കണം. ചിക്കൻ എടുത്ത് കഴിഞ്ഞ് റൈസും എടുക്കണം. നല്ല ഭാരമാണ് കേട്ടോ ഇതിൻ്റെ അടപ്പിനൊക്കെ. നല്ല ചൂടുമാണ്. പുറത്ത് മഴയാണെങ്കിലും അകത്ത് നല്ല ചൂടുമാണ്. ഇന്ത്യയെ നമ്മുടെ കൊളുത്തില്ലേ ഇത് പൊക്കാനായിട്ട്? അങ്ങ് വാ, കൊളുത്തെടുത്ത് നമ്മൾ പൊക്കി അങ്ങ് കയറ്റുക എന്നുള്ളതാണ്. ഇതിന് കൊളുത്തെന്നാണോ പറയുന്നത്, വേറെന്തേലും ആണോ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കിത് കൊളുത്ത് തന്നെയാണ്. കൊളുത്ത് ഇങ്ങനെ ഹുക്ക് ചെയ്യുക. 4 പേര് കൂടി ഇത് പൊക്കി അങ്ങോട്ട് മേളിലോട്ട് കയറ്റുക. അതിനകത്ത് ചിക്കനുണ്ട്, ചിക്കൻ പൊതിഞ്ഞതുണ്ട്, ചിക്കൻ്റെ ചെറിയ കഷ്ണങ്ങളുണ്ട്, അങ്ങനെ പല ഐറ്റംസ്. അതിവിടെ കൊണ്ട് വെക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ റൈസിൻ്റെയാണ്. റൈസ് എടുക്കാനായിട്ട് റൈസിന് നല്ല ഭാരമാണ്. ഇവർ 1 2 3 ഒക്കെ പറഞ്ഞാണ് എടുക്കുന്നത്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. നോക്കാം. മേലെ സക്തേ भारी है, बहुत ही भारी है. देखे किधर इधर रखेगा, आगे रखेगा. ठीक है, 3 बोलेगा तो हाँ उठाना है. 1 2 3. हाँ, നല്ല വെയിറ്റ് ആണ് കേട്ടോ. നല്ല വെയിറ്റ് ആണ്. 4 പേർക്ക് കൂടി പിടിച്ചു പൊക്കാവുന്ന വെയിറ്റ് ഉണ്ട്. ഇതിനിപ്പം ഇവർ പതുക്കെ റൈസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അത് മിക്സ് ചെയ്ത് സെർവ് ചെയ്ത് അങ്ങ് പോവാണ്. ആ സമയം കൊണ്ട് അടുത്ത തീ ഇട്ട് തുടങ്ങി. മറ്റുള്ള കുഴികളിലും തീയിടാൻ പോവാണ്. വാ നോക്കാം, വാ. അങ്ങനെ നമ്മുടെ മന്തി ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ആ മന്തി കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. ഞാനും ഉണ്ട്, ഹാഷ്മിയും ഉണ്ട്, ജോർജും ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇവരുടെ പേരുകളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ഒരു മന്തിയുടെ പേരാണ് എരിപിരി. അപ്പം സ്പൈസി എന്ന് പറയേണ്ട കാര്യമില്ല, എരിപിരിയാണ്. നല്ല എരിവുള്ള പെരിപ്പെരി അല്ല കേട്ടോ, എരിപിരി മന്തി. എരിപെരി മന്തിയുണ്ട്, അതേപോലെ തന്നെ സ്പൈസി മന്തിയുണ്ട്, പിന്നെ മട്ടൻ്റെ ഉണ്ട്, പിന്നെ ഹണി ചില്ലി ഉണ്ട്, പിന്നെ ഗ്രീൻ ചില്ലി ഉണ്ട്. അപ്പോൾ കുറേ വെറൈറ്റികൾ 1 2 3 4 5 വെറൈറ്റികൾ അങ്ങനെ മന്തി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണോ. അത്തപ്പൂ പോലെ മേളിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സൈഡിൽ നിന്ന് ഹാഷ്മി എവിടെ നിന്നാണ് പിടിക്കേണ്ടേ? ഹാഷ്മിക്ക് ആപ്പാടെ കൺഫ്യൂഷനാണ് ഏത് സൈഡിൽ നിന്ന് പിടിക്കണമെന്ന്. എന്നാ ജോർജ് പറ. ഹണി ഇച്ചിരി ജോർജിന് ഇച്ചിരി ഹണിയൊക്കെ വേണം. ഓക്കെ, ഹണി ചില്ലി എന്ന് പിടിച്ചോ ജോർജ്. ഞാൻ എരിപിരി അല്ല, എനിക്ക് മട്ടനോടൊരു വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ മട്ടനെ തുടങ്ങാം. പക്ഷേ എരിപിരി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, അത് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഹാഷ്മി എവിടെ നിന്നാണ് പിടിച്ചു? സ്പൈസി എന്ന് പിടിച്ചു. സ്പൈസി ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ മന്തിയിൽ ഒന്നാണ് സ്പൈസി. അപ്പം ഞാൻ മട്ടൺ ഇത് കണ്ടോ, മട്ടൻ്റെ കാല്
അതിങ്ങനെ പിടിച്ചു പൊക്കി ഇങ്ങനെ കുലുക്കിയിട്ട് താഴെ പോകുന്ന കാലല്ല കേട്ടോ. പല വീഡിയോയിലും ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ കാലെടുത്തിട്ട് ഇങ്ങനെ കുലുക്കി കഴിയുമ്പോഴത്തേന് ആ മാംസം ഇങ്ങനെ അടന്നു പോകുന്നത്. അതുപോലല്ല, പക്ഷേ ഇത് കേട്ടോ, ഇതിങ്ങനെ എടുത്ത് ഇതിനെ കടിക്കുകയാണേ. നല്ല സോഫ്റ്റ് ജ്യൂസി മീറ്റ്, അടിപൊളി ടേസ്റ്റ്. ആ റൈസും കൂടെ കൂട്ടി കഴിക്കണം. ഞാനൊരു സ്വല്പം മട്ടൺ എടുത്തു, ഹാഷ്മി സ്പൈസി മന്തി മൊത്തമായിട്ട് ഹാഷ്മി അങ്ങ് എടുത്തു. അതുപോലെ തന്നെ ജോർജിന് ഒരു സ്വല്പം ഹണി വേണം, ഒരു സ്വല്പം പച്ചമുളക് വേണം, ഒരു സ്വല്പം എരിപിരി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മട്ടൺ എടുത്തിട്ട് ഒരു സ്വല്പം പച്ചമുളകും അതേപോലെ തന്നെ ഒരു സ്വല്പം എരിപിരി എടുത്തു. ഇനിയിപ്പോൾ പച്ചമുളക് എടുക്കാനുള്ള തത്രപ്പാടിലാണ്. മട്ടൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനിയിപ്പം പച്ചമുളക് അൽഫാം മന്തി. അപ്പോൾ പച്ചമുളകിൻ്റെ മസാലയൊക്കെ തേച്ചിട്ടുണ്ട്, അതിങ്ങനെ എടുത്തു. ഭയങ്കര സ്പൈസി അല്ല, ഉണ്ട് കേട്ടോ, ഒരു ചെറിയ എരിവ് കിട്ടും. അത്ര ഭയങ്കര എരിവല്ല, എന്നാൽ ഒരു ചെറിയ എരിവുണ്ട്. പിന്നെ നമ്മുടെ പെരിപ്പിരി അല്ലെന്ന് ഞാൻ പറഞ്ഞു, എരിപിരിയിൽ നിന്ന് ഒരു സ്വല്പം ഇതുണ്ടോ, എരിപൊരിക്കാണല്ലോ. ആ വറ്റൽമുളകിൻ്റെ എരിവുണ്ട്. പച്ചമുളകിനേക്കാളും കൂടുതൽ എരിവ് കിട്ടിയത് എരിപൊരിക്കാണ്. അതിനകത്തൊരു സ്വല്പം സോർ ടേസ്റ്റും ഉണ്ട്, ചില പുളിയും കൂടെ കൂടി വരുന്ന ഒരു ടേസ്റ്റാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മട്ടൻ്റെ ടേസ്റ്റാണ്, അത് എൻ്റെ പ്രിഫറൻസ് ആണ്. ജോർജ് ഇത് മട്ടൺ കഴിച്ചില്ല, മറ്റത് മൂന്നും കഴിച്ചില്ലേ? ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ചേട്ടാ എനിക്ക് ഹണി ചില്ലിയാണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ. അതിനകത്ത് നമുക്കൊരു എരിവുണ്ട്, നല്ല സ്വീറ്റ്നെസ്സും ഉണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റുമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹണി ചില്ലിയാണ്. നമ്മുടെ സ്പൈസി മന്തി എങ്ങനെ ഉണ്ടായിരുന്നു ഹാഷ്മി? അത്ര സ്പൈസി ഒന്നുമല്ല, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫ്ലേവർ. സ്പൈസി എന്ന് ഉദ്ദേശിച്ചത് ഈ എരിവിൻ്റെ കാര്യമാണ്. എരിവ് അത്ര സ്പൈസി അല്ല, പക്ഷേ ടേസ്റ്റോ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഹാഷ്മി കഴിക്കുന്നത് കണ്ടാൽ മയണൈസ് നന്നായിട്ട് വാരിക്കോരിയിട്ടാണ് ഹാഷ്മി കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ജോർജ് ചോദിക്കായിരുന്നു, മയണൈസ് ആണോ കൂടുതൽ കഴിക്കുന്നത് ഹാഷ്മി, അതോ റൈസാണോ കൂടുതൽ കഴിക്കുന്നത്? എന്തായാലും ഇവർ കുറച്ച് സോസ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീറ്റിൻ്റെ പുറത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അത് കൂടാതെ നല്ല ഡ്രിങ്ക്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാം. ഏതായാലും മന്തി ഇച്ചിരി സ്പൈസി ആയിട്ട് ഇച്ചിരി വെറൈറ്റി ആയ മന്തിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ പാലസ്, നമ്മളിപ്പോൾ അറേബ്യൻ പാലസിലാണ് ഇരിക്കുന്നത്. അറേബ്യൻ പാലസ് എടപ്പള്ളി അടുത്തുള്ള മരോട്ടിച്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കൊള്ളാം, നല്ല മന്തി. എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, മന്തിയാണോ ഇഷ്ടം അതോ ബിരിയാണിയാണോ ഇഷ്ടം അതോ അങ്ങനെ സുർബിയാൻ എന്ന് പറഞ്ഞ കുറേ ഡിഷസ് ഉണ്ടല്ലോ, അതൊക്കെയാണോ ഇഷ്ടം? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ മന്തിയും ഇഷ്ടമാണ്, ഇടയ്ക്കൊന്ന് മാറി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. എന്ന് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും സുർബിയാൻ ആണെങ്കിലും കഞ്ഞി ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സാധനം കഴിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ കൊള്ളാം കേട്ടോ. ഈ എരിപൊരി ഉണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എരിവുണ്ട്, പക്ഷെ നല്ല എരിവാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും നാക്കൊക്കെ ഇരിക്കാനായിട്ട് പോകും. എരിപൊരി തന്നെയാണ്, അത് ശരിക്കും എരിപൊരിയാണ്. ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ.